ഈ സത്യപ്രസ്ഥാനത്തിൻ്റെ നായകൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ബാക്കവി അവറുകൾ, അതായത് നമ്മുടെ കഥാനായകന്റെ മകളുടെ ഭർത്താവ്, അദ്ദേഹത്തെ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെയൊക്കെ ഈമാൻ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, സ്റ്റേജിലുള്ള പണ്ഡിതന്മാർ, സദസ്സിലുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ സമസ്തയുടെയും കീഘടകങ്ങളുടെയും നേതാക്കൾ, പ്രവർത്തകർ, സഹോദരിമാർ, സത്യം എന്താണെന്നറിയാൻ ഇവിടെ എത്തിയിട്ടുള്ള സത്യാന്വേഷികൾ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ സുദീർഘമായ പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടാവുകയില്ല. കാരണം പല പരിപാടികൾ ഇവിടെ കേവലം സത്യം ഏതൊരു സത്യാന്വേഷിക്കും മനസ്സിലാകുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായതുകൊണ്ട് കൂടുതൽ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് 926 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ രൂപം നൽകുമ്പോൾ അന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥന, ഈ പതാക മഹാനായ ഇമാം മഹദി തങ്ങൾ വരുമ്പോൾ മഹാനവറുകൾക്ക് കൈമാറാൻ പറ്റുന്ന രൂപത്തിൽ ഈ സമുദായത്തിലെ ഈമാനുള്ള ഇത് ഏറ്റുപിടിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലമാണ് സത്യത്തിൽ നമുക്കൊക്കെ ഇങ്ങനെ സത്യത്തോടൊപ്പം പറഞ്ഞിട്ടുള്ളത്. 26 സമസ്ത രൂപീകരിക്കപ്പെടുകയും ശേഷം ഒരുപാട് വഴികളിലൂടെ സമസ്ത വരികയും ചെയ്തു. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വ്യാജ തരീഖത്തുകളും മറ്റു ഈ പ്രസ്ഥാനങ്ങളുമൊക്കെ കടന്നു വന്നപ്പോൾ എന്തു പറയും, നാട്ടിലെ മൂപ്പന്മാരെന്തു പറയും, നാട്ടുകാരണവന്മാരെന്തു പറയും എന്ന് നോക്കി ഒരിടത്തും ശങ്കിച്ചു നിന്നിട്ടില്ല എന്നതൊരു സത്യമാണ്. അതുകൊണ്ടാണ് വലിയ വലിയ തരീഖത്തിന്റെ പേരിലൊക്കെ വ്യാജന്മാർ കടന്നു വന്നപ്പോൾ സമസ്ത അതിനെക്കുറിച്ച് പഠിക്കുകയും അത് പഠിച്ച് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ജനങ്ങൾക്ക് ദീൻ വ്യക്തമാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആ സത്യം അങ്ങ് തുറന്നു പറയുകയും ചെയ്തു. പക്ഷെ അവിടെയൊക്കെ ചില ആശങ്കകളുണ്ടായിരുന്നു. കാരണം ഇവിടെ വ്യാജ തരീഖത്തുകളായി കടന്നു വന്നിട്ടുള്ളവർ, അവര് ഖാദിരിയ തരീഖത്തിന്റെയും ഇഫായി തരീഖത്തിന്റെയും അതുപോലെ നക്ഷബന്ദി തരീഖത്തിന്റെയും ഒക്കെ പേരിലാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ കൊടുവള്ളി പ്രദേശത്തടുത്ത് ഇതുപോലെ തന്നെ ഒരു തരീഖത്ത് വിഭാഗം, അവര് നക്ഷബന്ദി തരീഖത്തെന്നാണ് അവരറിയപ്പെടുന്നത്. നിങ്ങളുടെ ഈ ഏരിയയുടെ ചില ഭാഗങ്ങളിൽ അവർക്ക് 10 ആളുകളുള്ള സ്ഥലം ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഏതായിരുന്നാലും ആ തരീഖത്തിനെയൊക്കെ എതിർക്കുമ്പോൾ സമസ്ത ആദ്യഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് മഹല്ലിലുള്ള ആളുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തുള്ള ഒരുപാട് മഹല്ലിലെ ആളുകൾ, കാരണവന്മാർ പല ആളുകളും ആ തരീഖത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കാരണം നക്ഷബന്ദി തരീഖത്തായതുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ കടന്നു ചെന്നപ്പോൾ ആരും അതിനെ വിമർശിച്ചില്ല. എന്തുകൊണ്ട്? ഖാദിരിയ തരീഖത്തും റിഫായി തരീഖത്തും അതുപോലെ നക്ഷബന്ദിയും സൂറവർദിയും ഒക്കെ സമസ്ത അംഗീകരിക്കുന്ന തരീഖത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകമായി ഒന്നും കാണാതെ, പ്രത്യേകമായി ഒരു തെറ്റും പ്രഥമഘട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ മഹല്ലിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ എമ്പാടും ആളുകൾ ആ തരീഖത്തിൽ ബന്ധപ്പെട്ടു. പിന്നെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഷേഖിന്റെ മട്ടുമാറി, സ്വഭാവം മാറി,
ശരീഅത്തിൽ നിന്ന് അയാൾ പിന്നോട്ട് പോയി. നിസ്കാരമൊക്കെ അയാൾക്ക് വേണ്ടി വേണം, സമ്പത്ത് അയാൾക്ക് എഴുതി കൊടുക്കണം, നിസ്കാരത്തിൽ കൈകെട്ടുമ്പോൾ അയാളെയാണ് ഓർക്കേണ്ടത്. ഈ രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ സമസ്ത അവിടെ ശങ്കിച്ചു നിന്നില്ല. കാരണം ഇത് പറയുമ്പോൾ നിശ്ചയമായും എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് സമസ്തക്കറിയാം. നിങ്ങൾ നല്ല ഒരു ത്വരീഖത്തിനെ വഹാബികളെ പോലെ, വഹാബികളാണ് ത്വരീഖത്തിനെ എതിർക്കുന്നവർ, സമസ്ത വഹാബിയായി എന്ന് ഒരുപക്ഷെ കാര്യം തിരിയാത്തവർ പറയും എന്നറിയാമായിരുന്നു. എന്നിട്ട് പോലും സമസ്ത അവരത് പറയുമോ ഇല്ലേ എന്ന് നോക്കാതെ ഇത് വ്യാജമാണെന്നും ഇതിൽ കുടുങ്ങി ഷഹാദത്ത് കലിമ ചൊല്ലി മാറണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് പറയാൻ സമസ്ത ധൈര്യം കാണിച്ചു. കേവലം മാറി നിൽക്കണമെന്നല്ല പറഞ്ഞത്, അതിൽ ബൈഅത്ത് ചെയ്ത് മുറത്തു പോകുന്ന രൂപത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും. അതുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് വരണം എന്നു പറയാൻ സമസ്ത അക്കാലത്ത് ധൈര്യം കാണിച്ചു. അതിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി. മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാറിന് അല്ലാഹു മർഖദഹു സമസ്തയുടെ മുന്നണി പോരാളിയായിരുന്ന മഹാനവറുകൾ വയനാട്ടിൽ വെച്ച്, അവരുടെ കേന്ദ്രത്തിൽ വെച്ച് ആ നാട്ടിലെ തെറ്റിദ്ധരിച്ച ജനങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ പോലെ ബോംബും ആസിഡ് ബൾബൊക്കെ സുലഭമായി കിട്ടാതിരുന്ന ഒരു കാലത്ത് പോലും അദ്ദേഹത്തിന്റെ സ്റ്റേജിലേക്ക് ആസിഡ് ബൾബ് എറിഞ്ഞുകൊണ്ട് അന്നവിടെ കുഴപ്പമുണ്ടായി. എന്നിട്ടും സമസ്ത അവിടെ ശങ്കിച്ചു നിന്നില്ല. എന്തിന്? ചില ആളുകൾ പറയും പ്രശ്നം ഉണ്ടാകുമ്പോൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്നതിലല്ല സമസ്ത. കാരണം ഈ ജനങ്ങളുടെ ഈമാനാണ് വലുത്. അങ്ങനെ മഹാനായ ഖുത്ബി തങ്ങൾ പൂനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വന്നു. അങ്ങനെ അവിടെയുള്ള ജനങ്ങളോടെല്ലാം പറഞ്ഞു, നമുക്ക് പോകുന്നതാണ്, മുർത്തദി എന്ന വിഷയമാണ്, തരീഖത്ത് പേര് നക്ഷബന്ദിയാണെങ്കിലും നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞു. ഒരുപാട് മഹലുള്ള ആളുകൾ അതിൽ വിട്ടുനിന്നു. മഹാഭൂരിപക്ഷം ആളുകളും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇന്നും കേവലം ആളുകൾ അവർക്കുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ അതിൽപ്പെട്ട ഒരു ഹാജിയാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനും അതിൽ പെട്ടുപോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ മഹാന്മാരൊക്കെ ചെയ്ത സേവനം എന്താ? ഈ സേവനം ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു. കാരണം ഇവരന്ന് പറഞ്ഞത് ഞങ്ങൾ നക്ഷബന്ദി തരീഖത്താണ്, നക്ഷബന്ദി തരീഖത്തിനെ കണ്ടില്ലേ സമസ്ത എതിർക്കുന്നത്, ഇവര് മുജാഹിദുകളാണ്, വഹാബികളാണ് എന്ന് അവരന്ന് പറഞ്ഞു. പക്ഷെ ശരീഅത്തിന് വിരുദ്ധമായപ്പോൾ അത് എതിർക്കുക തന്നെ ചെയ്തു. ഒരിക്കലും സമസ്ത തരീഖത്തിനെതിരല്ല. അങ്ങനെ ഒരു നാടിനെ, ഒരു പ്രദേശത്തെ വ്യാജമായ ഷെയ്ഖിൽ നിന്നും തരീഖത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് സമസ്തയാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ സമസ്ത ചെയ്തിട്ടുണ്ട്. ഇന്നും സമസ്ത അതുതന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വ്യാജകേശവും വ്യാജപാത്രവുമൊക്കെ പറയുമ്പോൾ അവർ എവിടെയും പറയുന്നത് വഹാബികളാണ് ഇതിനെയൊക്കെ എതിർക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. വഹാബികളെ പോലെ നമ്മളും എതിർക്കുന്നു എന്ന്. പക്ഷെ നമ്മൾ ആധാരങ്ങൾ എവിടെയും എതിർക്കുന്നില്ല. അവര് ഇപ്പൊ ഇന്നലെ തന്നെ എന്റെ നാട്ടിനടുത്തൊരു പരിപാടി ഉണ്ടായപ്പോൾ അവരൊരു ബോർഡ് വെച്ചു, നിങ്ങൾ തയ്യാറുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാരങ്ങളെ കുറിച്ച് കിതാബിന്റെ പ്രാമാണികമായ അടിസ്ഥാനത്തിൽ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരു ബോർഡ് അവർ വെച്ചപ്പോൾ നമ്മൾ വെച്ചു, ഉണ്ട് ഉണ്ട് ഉണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന ഈ മുടിയും ഈ പാത്രവുമൊക്കെ ഇത് യഥാർത്ഥമായതാണോ അല്ലേ എന്ന് ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് മധ്യസ്ഥ അത് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ബോർഡ് വെച്ചു. എല്ലാം റെഡിയാക്കി. പക്ഷേ ഇവിടെ വലിയ പരിപാടി നടത്തി എന്നല്ലാതെ എന്തെയോ കുറെ സമസ്തയും ലീഗും അതുപോലെ തന്നെ നിങ്ങൾക്ക് സെപ്റ്റംബർ 1-ാം തീയതി നവംബർ 1-ാം തീയതി നിങ്ങൾക്ക് പത്രം ഇറക്കാൻ കഴിഞ്ഞോ? ഈ മുടി ശരിയാണോ അല്ലേ എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അവർ ശരിയാണെന്ന് പറയാ, അല്ലേ പറയാ. ചെറുശ്ശേരി കള്ളിത്തുണിയല്ലേ ഉടുക്കുന്നത്, അതിന്റെ മറുപടിയാണ് ചെറുശ്ശേരി കള്ളിത്തുണിയല്ലേ ഉടുക്കുന്നത് എന്ന് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞത് ഇന്നും നമ്മൾ വളരെ വ്യക്തമായി ചോദിക്കുന്നു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി നീട്ടിയെന്ന് നിങ്ങൾക്ക് സ്വഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ ഞങ്ങൾ ചോദിക്കുന്നു. സ്വഹീഹായ ഹദീസ് സ്വഹാബത്തിന്റെ ഇജ്മാഅാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരടിക്കപ്പുറം നിങ്ങൾ എഴുതിയതുപോലെ ഈ അരക്കെട്ടിന്റെ തലയേക്കാൾ നീട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു എന്ന് നിങ്ങൾ പത്രത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നബി സല്ലല്ലാഹു സ്വഹാബത്തിന്റെ ഇജ്മാഇനെതിരാണ്. ഖർഖുൽ ഇജ്മാ അത് കുഫ്റിലേക്കും ബിദ്അത്തിലേക്കും പോകുന്നതാണ്. എന്തിന്? 20 റക്അത്ത് തറാവീഹ് സ്വഹാബത്തിന്റെ ഇജ്മാ.
ആ ഇജ്മാഇനെ എതിർക്കുന്ന വഹാബികളെ നമ്മൾ എതിർക്കുന്നു. വഹാബികൾ പറയുമ്പോൾ നമ്മൾ എതിർക്കണമെന്നും നിങ്ങൾ പറയുമ്പോൾ എതിർക്കരുത് എന്നതിന്റെ ന്യായമാണ്. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരടിക്കപ്പുറം മുടി നീട്ടിയിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഇല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ പിന്നെ നിങ്ങൾ 6 വർഷം ഒരു മനുഷ്യൻ മുടി വെട്ടാതിരുന്നാൽ അയാളുടെ മുടി എത്ര ഉണ്ടാകുമെന്ന് നിങ്ങൾ ഊഹിച്ചാൽ പോരെ എന്ന് നിങ്ങൾ പത്രത്തിൽ എഴുതിയത് അത് തെറ്റാണെന്ന് പറയണം. രണ്ടിലൊന്നല്ലേ ശരിയാകൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും നീളമുള്ള മുടി നീട്ടി നടന്ന ഒരു പ്രാകൃതൻ, ഒരു കാണാൻ കൊള്ളാത്തവനായിരുന്നു എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞതാരാണ്? ഇവിടുത്തെ വഹാബിയല്ല, ഇവിടുത്തെ സിയോണിയുമോ? ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിരൂപനായി വളരെ മോശപ്പെട്ട് ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾ സലാത്ത് എഴുതി നേർച്ചയാക്കി പെട്ടിയിലിട്ട് അയച്ചിട്ടുണ്ടെന്നും കാര്യമില്ല. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം തന്റെ മോചിതത്ത് മുഴുവനും മുറിഞ്ഞു പോകുമെന്ന് നിങ്ങളുടെ വാദം. നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ല നിങ്ങൾ പറയണം. നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളില്ല എന്ന് പറയണം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. സമൂഹത്തിന് ഇതറിയണം. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇവിടെ തബ്ലീഗ് ജമാഅത്തുകാരനെ പോലെ താടിയും അതുപോലെ തന്നെ തൊപ്പിയും അതുപോലെ തന്നെ നീളക്കുപ്പായവും ഇട്ട വഹാബിസം പേറുന്ന ഈ തബ്ലീഗ് ജമാഅത്തുകാരന്റെ മാതിരി തന്നെയാണോ നിങ്ങളുടെ ഉള്ളെന്ന് സമുദായത്തിന് അറിയേണ്ടതുണ്ട്. നിങ്ങളുടെ വാദം അങ്ങോട്ടാ പോകുന്നത്, നിങ്ങൾ അങ്ങോട്ടല്ലേ പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വാദമില്ലെങ്കിൽ നിങ്ങളുടെ ആൾ പറഞ്ഞത് ഞങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ അയാളെ തള്ളി പറയണം. ഏതെങ്കിലും ഒന്ന് നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തിൽപ്പെട്ട മറ്റൊന്നും ഇവിടെ നിലനിൽക്കുകയില്ല, ഖുർആൻ മാത്രമേ നിലനിൽക്കൂ എന്നത് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ല. യേസോറിന് ഇതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഉണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയുമ്പോൾ പറയണം. എല്ലാറ്റിനുമുണ്ട്, മുടിക്കുമുണ്ട്, ശരീരത്തിനുമുണ്ട്, ആഹാരങ്ങൾക്കൊക്കെയുണ്ട് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ അതിനെതിരെ പറഞ്ഞ ആളുണ്ടെങ്കിൽ അത് ഞങ്ങൾ തെളിയിക്കുമ്പോൾ അയാളെ നിങ്ങൾ തള്ളി പറയണ്ടേ? രണ്ടും കൂടി എങ്ങനെ യോജിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇത് കേവലം ഒരു രാഷ്ട്രീയ കളിയല്ല. ചില ആളുകൾ ഇതൊക്കെ LDF UDF പ്രശ്നമായിട്ടൊക്കെയാണ് കാണുന്നത്. സമസ്ത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയോടൊപ്പമാണ് അവർ നിൽക്കുന്നത്. അവരോടൊപ്പം അവരിവിടെ പാലം കെട്ടിയപ്പോ അതിന് സിമന്റ് കുറച്ചവരാണ്, ആ ബിൽഡിംഗ് ഉണ്ടാക്കിയപ്പോ കമ്പി കുറച്ചവരാണ്. അതുകൊണ്ട് നമ്മൾക്ക് ആ പാർട്ടിയോടൊപ്പം നിൽക്കാൻ പറ്റൂല. അത് നിങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം. പക്ഷേ ഇവിടെ സിമന്റ് കുറച്ചതും കമ്പി കുറച്ചതുമല്ല, നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നമുക്കറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ പറഞ്ഞ പരിശുദ്ധമായ ഇഖ്ലാസ് സൂറത്ത് അല്ലാഹു തആല സമദാണെന്നാണ് പറഞ്ഞത്. മറ്റൊരാളിലേക്കും ആശ്രയമില്ലാത്ത പടച്ച തമ്പുരാൻ ഒരു കാര്യം ചെയ്യാൻ ലോകത്തൊരു മനുഷ്യനോടോ ഏതെങ്കിലും ഒരു ജിന്നിനോടോ ഒരു ശക്തിയോടോ പടച്ച തമ്പുരാൻ ആശ്രയിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തല്ലേ? അല്ലാഹു തആല സമദാണെന്ന് നമ്മളൊക്കെ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ഖുർആൻ നസ്സാണ്. അല്ലാഹു സമദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. മറ്റൊരാളിലേക്ക് ആശ്രയമില്ലാത്തവനാണ്. നിങ്ങൾ എന്തേ പ്രസംഗിച്ചത്? നിങ്ങൾ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആളുകളോട് ചോദിച്ചിട്ടേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമത്. അപ്പൊ നിങ്ങളുടെ വാദം എന്താണ്? ഇങ്ങനെ ചോദിക്കുമെന്നത് അതുകൊണ്ട് പുറത്തു പോകുമോ? ഇല്ല. നോ ആർ യെസ് നിങ്ങൾ പറയണം. അങ്ങനെ പടച്ച തമ്പുരാൻ ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് തീരുമാനിക്കുന്നത് എന്നാണോ നിങ്ങളുടെ വാദം? എങ്കിൽ ജനങ്ങളത് അറിയണം. അതല്ല, അങ്ങനെ ചോദിക്കൂല എങ്കിൽ ചോദിക്കുമെന്ന് പറഞ്ഞ ആളെ നിങ്ങൾ തള്ളി പറയണ്ടേ? ഇതാണ് ഞങ്ങൾക്ക് തിരിയാത്തത്. നിങ്ങളുടെ വാദം എന്താണ് ഈ വിഷയങ്ങളിൽ? നിങ്ങൾ ഒറിജിനൽ സുന്നത്ത് ജമാഅത്താണെന്ന് പറയുന്നു, പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് വാദങ്ങളുണ്ട്. ഒന്നും രണ്ടും ഒന്നുമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾ അവർ പറയാൻ എന്താണെന്നറിയാം, ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതെങ്കിൽ ഞങ്ങൾ അത് വിശ്വസിക്കും എന്ന് പറയുന്നവരാണ് ഇവർ. നിങ്ങൾ ആലോചിക്കണം ഇവരെങ്ങോട്ട് പോകുന്നു എന്ന്. ഇത് അല്ലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ മറ്റപ്പോൾ അപ്പൊ അവര് സമസ്ത ഇന്ന പാർട്ടിന്റെ കൂടെയാണ്, ഞങ്ങൾ സമസ്തയിൽ നിന്നാല് ഞങ്ങൾ മുസ്ലിം രാഷ്ട്രീയം ആണ്ടി വരും, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല, പിന്നെയും ഇവരാണ് നല്ലത്. അത് നിങ്ങളുടെ ദുനിയാവാണ്. LDF UDF തർക്കമല്ല, നിങ്ങളുടെ ഈമാനിയെ ബാധിക്കും. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. നിങ്ങൾ അല്ലാഹു റസൂലില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് എന്റെ നാവ് കൊണ്ട് പോലും പറയാൻ ധൈര്യം വരുന്നില്ല. പക്ഷെ ഞാനിത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടെ പോങ്ങോട്ടാണ് നമ്മൾ അറിയണം.
ഒരുപാട് ആളുകൾ ഇതൊക്കെ ഒരു ചെറിയ നിസ്സാര പ്രശ്നമാണെന്ന് കരുതിയത്. ഇത് ഗൗരവതരമായ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്, ദീനിയായ വലിയ പ്രശ്നമാണിത്. പക്ഷേ എപ്പോ നിങ്ങൾ ചോദിക്കൂ, എന്നിട്ട് എന്ത് കുറെ ഉസ്താദുമാരും കുട്ടികളൊക്കെ അതിലുണ്ടല്ലോ എന്ന്. അവരേതെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾ ഇവിടെ കാണില്ല. ഇത് ഒളിച്ചു പിടിക്കാൻ വേണ്ടി വന്ന കുറച്ച് കുട്ടികളല്ലാതെ ഇന്ന് ഈ മഹലിൽ എവിടെയെങ്കിലും വേറെ. ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ ദർസിന്റെ വാർഷികം മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദുആക്ക് കിട്ടി. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ അവരൊരു പരിപാടി വെച്ചു. അഥവാ ഈ ഉസ്താദിനെ കണ്ട് കാര്യങ്ങൾ എന്ന് കണ്ടുപോയാൽ പിന്നെ ഉറപ്പാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എവിടെ പോയിട്ടും പിന്നെ ആളുകളത് മനസ്സിലാക്കിയിട്ട് വരികയാണ്. ഇവിടെ ഏതെങ്കിലും ഇതുപോലത്തെ ഒരു പരിപാടിക്ക് ഒരു കുട്ടിയെ വരാക്കൂല. എന്തുകൊണ്ട്? നിശ്ചയമാണ് ഒരു കുട്ടി ഇത് കേട്ടാൽ ഉറപ്പായിട്ട് വിശ്വസിക്കും. കാരണം മിക്കവാറും ആളുകളും എന്താണെന്ന് അറിയാത്തവർ. ഞാൻ ഇത് വെറുതെ പറയല്ല, ഞാൻ ഇവരെ പല വലിയ ആളുകളോടും സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയും, അങ്ങനെയാണോ, അങ്ങനെയുണ്ടോ, എന്നാ പിന്നെ നിങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ ചോദിക്കും. അധിക ആളുകൾക്കും അവരെ കൂട്ടത്തിലുള്ളവർക്ക് ഇതെന്താണ് വിഷയം? നിങ്ങൾ നോക്കൂ, മുടി, ലോകത്ത് മുടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം സൂക്ഷിച്ചിട്ടുള്ള വളരെ കുറഞ്ഞ ആളുകളുണ്ട്. അത് വിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. സൂക്ഷിച്ചിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ മുടി സൂക്ഷിച്ചിട്ടുള്ള ആളുകളിൽ നിന്നാണെങ്കിൽ അവിടെ നമുക്ക് തർക്കത്തിന് സ്ഥാനമില്ല. സൂക്ഷിച്ചിട്ടുള്ളവരിൽ നിന്നാണെങ്കിൽ ഇത് സൂക്ഷിച്ചിട്ടുള്ളവരിൽ നിന്നല്ല. എന്തുകൊണ്ട്? ഇത് വിൽപ്പനക്കാരാണ് ആദ്യമായി കൊണ്ടുവരുന്നത്. ബോംബെയിലെ ഇക്ബാൽ ജാലി നൂലാവാല എന്ന് പറഞ്ഞു അവന്റെ അടുത്ത് അവരൊക്കെ ബോംബെയിലൊക്കെ പോയപ്പോ അയാളടുത്ത് കൊണ്ടുവന്നവരുണ്ട്, അയാളെ കണ്ടവരുണ്ട്. അവിടെ ഒരു വിഷയമല്ല. ഇതേ ഇക്ബാൽ ജാലി നൂലാവാലിന്റെ അടുത്ത് മുടി കൊണ്ടുവന്ന എത്രയോ ആളുകളുണ്ട്. അവിടെ പോയാൽ ആർക്കും കിട്ടും. നമ്മൾ ആലോചിക്കണം. വളരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ഈമാനുള്ളവരെ, നിങ്ങൾ ആലോചിക്കൂ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ആയിരക്കണക്കിനല്ല, എത്രയാ പറയേണ്ടത്, ഒരുപാട് നീളമുള്ള ആയിരക്കണക്കിന് മുടികൾ വിൽപ്പനയ്ക്ക് വെച്ചവനാണ് ഇക്ബാൽ ജാലി നൂലാവാല എന്ന് പറയുന്ന ആൾ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചരിത്രമായി പഠിക്കണം. സൂക്ഷിച്ചിട്ടുള്ള മുടികൾ സൂക്ഷിച്ചിട്ടുള്ള അപൂർവം ആളുകളുണ്ട്, അപൂർവ സ്ഥലങ്ങളുണ്ട്. അത് നമ്മളും സമ്മതിക്കുന്നു. അതല്ല ഇവിടെ ഇക്ബാൽ ജാലിയത്ത് ഒന്നല്ല, രണ്ടല്ല, ആയിരമല്ല, 10,000കണക്കിന് മുടിയുടെ കെട്ടുകളാണ്. ഇത്ര ആളുകൾ അത് വിൽക്കേണ്ടവർ. ഇന്നും അയാളത് സുലഭമായി വിൽക്കുന്നു. നമ്മുടെ നേതാക്കൾ കൊടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 5,500 റുപ്യ കൊടുത്തപ്പോൾ 7 മുടി കൊടുത്തു. ഒരു മുടിക്ക് 1000 ഉറുപ്പിക പോലുമില്ല. മുടിക്ക് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചാലോചിക്കൂ. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ യർമൂക്ക് യുദ്ധത്തിൽ തന്റെ തൊപ്പി നഷ്ടപ്പെട്ടപ്പോൾ പടച്ചവനെ എന്ന് പറഞ്ഞിട്ട് ഖേദിച്ച് വിലപിച്ച് പ്രയാസപ്പെട്ട്, എന്തേ നിങ്ങൾ ഇത്ര പ്രയാസപ്പെടുന്നത്? എന്റെ ഒരു തൊപ്പി അത് നഷ്ടപ്പെട്ടു പോയി. എന്റെ തൊപ്പി, ഒരു തോലിന്റെ തൊപ്പി നഷ്ടപ്പെട്ടതിൽ എന്ത് പ്രശ്നം? അത് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചാൽ പോരെ നല്ലൊരു തൊപ്പി. അതല്ല, ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുക്കേശത്തിന്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി, അതിലാണ് ഞാൻ സങ്കടപ്പെടുന്നത്. ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഭാഷയിൽ സങ്കടപ്പെടേണ്ടതില്ല. ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു തന്റെ തൊപ്പി നഷ്ടപ്പെട്ടതിലല്ല, അതിനുള്ളിലുള്ള തിരുക്കേശം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ 2010 ആയിരക്കണക്കിന് മുടിക്കെട്ടുകൾ സുലഭമായി ഉള്ളായപ്പോൾ എന്തേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ എന്തിനാണ് വിലപിച്ചത്? നിങ്ങൾ പറയൂ, നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കൂ. എന്തിന് വിലപിച്ചു? മഹാന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ. എമ്പാടും സൂഫിയാക്കളുടെ ചരിത്രങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ ഒരു കഷ്ണം എനിക്കെങ്ങാനും കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. ഇന്നലകളിലല്ല, മഹാന്മാർ എഴുതി വെച്ചതാണ്. പിന്നെ എവിടെ നിന്നാണ് ഇത്രയും ആയിരക്കണക്കിന് മുടിക്കെട്ടുകൾ? ഒരിക്കലും ഇസ്ലാമിലുണ്ടാവില്ല.
അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഒരിക്കലും തന്നെ ഇത്രയും കെട്ടിക്കണക്കിന് ഈ ഇഖ്ബാൽ ജാലിദ് വലിയവാനിന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല, വരികയില്ല. ഇസ്ലാം നമുക്ക് ഇതൊക്കെ ദീനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും സുലഭമായിട്ട് 1000 ഉറുപ്പിക ഒരു പവനിന്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സ്വീകരിക്കാമെന്നല്ല പറയുന്നത്. ഇത്രയും ഈ മനുഷ്യന്റെ ബുദ്ധികളാക്കി അയാൾ നമ്മൾ കുറ്റം പറയാനൊന്നുമില്ല. എന്തുകൊണ്ട്? അയാളൊന്നും പറയുന്നില്ല. അയാൾ തന്റെ ഇങ്ങനെ മുടിയുണ്ട്, നബിന്റെ മുടിയാണ്, ഞാൻ ചെയ്യുന്നില്ല. അയാൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഒരാളെ സ്വർഗത്തിലും നരകത്തിലും ആക്കേണ്ട കാര്യം നമുക്കില്ല. അയാൾ അങ്ങനത്തെ സാധാരണയിലുള്ള അയാളുമായി പരിചയപ്പെട്ട 3-4 മാസമൊക്കെ അയാളെ കൂടെ കൂടിയ പല ആളുകളോടൊപ്പമുണ്ട്. അവരൊക്കെ അയാൾ അങ്ങനെ വക്തിന് നിസ്കരിക്കുകയോ ജുമാക്ക് പോവുകയോ അയാളൊന്നുമില്ല. അയാൾ പിന്നെ കുറെ മുടിക്കെട്ടുകൾ ചാക്കിലും പിന്നെ ബെഡിന്റെ ചോട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ അയാളിലുണ്ട്. നമ്മുടെ ആളുകളിനെ ചെന്നപ്പോ ഇവർ മനസ്സിലാക്കിയത് ഈ ഗ്ലാസ്സിൽ വെച്ച് ഇങ്ങനെ വളച്ചു വെച്ച ഇതിൽ നിന്ന് എടുത്തു കൊടുക്കായിട്ട് വേറെ കൊണ്ടുവരുന്നത്. ഈ വളച്ചു വെച്ചൊന്നും ഇയാൾക്ക് എടുക്കേണ്ടതില്ല. കിണ്ണത്തിൽ തന്നെ 1000കണക്കിന് മുടി ഇവിടെ നിന്ന് ഇവർ കൊടുന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു. അയാളുടെ നേരെ മറിച്ച് ചെയ്യപ്പെടുന്ന ഒരു മുടിയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള ഒരു മുടിയാണെങ്കിൽ പിന്നെ ഇത് കൊണ്ടുവന്നാൽ പിന്നെ അവിടെ ഉണ്ടാകില്ലല്ലോ, പിന്നെ അവിടെ ഈ മുടിയുണ്ടാകില്ല. പക്ഷേ അതല്ല, കൊടുക്കും തോറും വേറിടും. ഇത് കൊടുക്കും തോറും ഏടിടാൻ. കാരണം ഇത്ര കൊടുത്താലും തീരൂല. അവസാനത്തെ കുട്ടിക്ക് പോലും കൊടുക്കാൻ മാത്രം നമ്മളെ മുടിയുണ്ടാകുമോ നിങ്ങൾ ആലോചിക്കൂ. ലോകത്തുള്ള എല്ലാവർക്കും കൊടുക്കാൻ നമ്മളെ മുടിയുണ്ടാകുമോ? പിന്നെ എങ്ങനെ പിന്നെ ഹബീബിന്റെ മുടിയുണ്ടായി? ഇതൊക്കെ എന്ത്? ഇതിനൊക്കെ ഇത്ര വലിയ ബുദ്ധിമാണോ? ഇതൊക്കെ വളരെയധികം ഗുരുതരമായ കാര്യങ്ങളാണ്, ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് കൊടുത്തതാരാ? രണ്ടാമത്തെ പെരുങ്കള്ളനാണ് ഖസ്റജി. അയാളോടൊപ്പം ജീവിക്കുന്ന ആളുകളോട് നിങ്ങൾ പരിശോധിക്കൂ, എന്താണ് അവന്റെ ജീവിതത്തിന്റെ അവസ്ഥ. നമ്മൾ നോട്ടെ, ഒരാളുടെ സ്വർഗവും നരകവും. അവന്റെ ഉപ്പ മുഹമ്മദ് ഖസ്റജി, ആ ഖസ്റജിയോടൊപ്പം വർഷങ്ങളോളം ജീവിച്ച നമുക്ക് പരിചയമുള്ള ഒട്ടനവധി ഉസ്താദുമാരുണ്ട്. ഒട്ടനവധി ഉസ്താദുമാർ എങ്ങനെ ജീവിച്ചു? അദ്ദേഹത്തോടൊപ്പം കിതാബുകളും ഒട്ടും സംസാരിക്കുകയും 25 കൊല്ലക്കാലം അയാളുടെ നാട്ടിൽ പള്ളിയിൽ ജോലി ചെയ്ത് നിത്യമെന്നോണം കാണുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത ഉസ്താദുമാർ. വേണേ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൊണ്ടുതരാം. ആ ഉസ്താദുമാരോട് ഇദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഖസ്റജി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് ഒരു മുടിയുണ്ട് എന്ന്. കെട്ടിക്കണക്കിന് പോയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയാണ് എന്റെ കെട്ടിക്കണക്കിനുണ്ട്. എന്റെ വാപ്പയുമായി ബന്ധപ്പെടുന്ന നാട്ടുകാരോടോ ആരോടും എന്റെ വാപ്പയോ വല്യാപ്പയോ ഒന്നും പറഞ്ഞു. ഞാനൊരു ദിവസം സുപ്രാത്ത് പറയാൻ എന്റെ പരമ്പരാഗതമായി കെട്ടിക്കണക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? അയാൾ മരിക്കുന്നവരെയും ഇങ്ങനെ ഒരു മുടിയുടെ കെട്ടിക്കണക്കിന് പത്രയിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരാളോട്, എല്ലാ ആളുകളും അയാളുമായി ബന്ധപ്പെടുന്നതായിരുന്നു മുഹമ്മദ് ഖസ്റജിയുമായി, ഒരാളോട് പോലും. അതിനുശേഷമാണ് ഇവന്റെ കയ്യിൽ ഈ കെട്ടിക്കണക്കിന് വരുന്നത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ചിലപ്പോ പറയും അയാളുടെ അടുത്ത് കെട്ടിക്കണക്കിനില്ല എന്ന്. നമ്മളല്ല, ഇതൊന്നും ഈ പുസ്തകമുണ്ട്. തിരുകേശം മദീനയുടെ സമ്മാനം എന്ന പുസ്തകത്തിൽ അവരെന്താ എഴുതിയത്? ഖസ്റജിയുടെ അടുക്കലും തിരുശേഖേശത്തിന്റെ 1000കണക്കിന് മുടിയുടെ കെട്ടുകൾ ഖസ്റജിയുടെ അടുക്കലുമുണ്ട്. ഇതെന്തേതാ? കാട്ടിപ്പോയി വിറക് കൊണ്ടുവരും പോലെ 1000കണക്കിന് കെട്ടുകൾ ഖസ്റജിന്റെ അടുക്കലുമുണ്ട് എന്ന് അവര് തന്നെ എഴുതി. അവന്റെ പിതാവ് അങ്ങനെ ഒരു കഥ പറഞ്ഞില്ല, പരമ്പരമായി കിട്ടി എന്നാണല്ലോ ഇവർ പറയുന്നത്. ഇവര് ഖസ്റജി പരമ്പരയാണ്. ആ പരമ്പരയിൽ നിന്ന് വന്നതാണെങ്കിൽ വാപ്പന്റെ കയ്യിലല്ലേ പരമ്പര ആദ്യം വരിക? ഇവിടെ മോനോ ആദ്യം ഉണ്ടായത്, വാപ്പയുണ്ടായത്? അതൊരു പ്രശ്നം തന്നെയാണല്ലോ. ബാപ്പന്റെ കയ്യിൽ ഇങ്ങനെ ഒരു മുടിയുടെ കഥ വാപ്പ എഴുതി വെച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ലോകത്തൊരു മനുഷ്യനോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഉസ്താദുമായിട്ടൊക്കെ ആധാറുകളെ കുറിച്ച് വലിയ വമ്പൻ ചർച്ചകൾ നടത്തിയിട്ട് പോലും അയാളുടെ അടുക്കളയിൽ കിട്ടണമെങ്കിൽ പറയണ്ടേ? അപ്പൊ മകനാണ് ആദ്യമുണ്ടായത്, ഇപ്പൊ മകന്റെ കയ്യിലാണ്. നഊദുബില്ല. ഇതൊക്കെ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ നമ്മൾ വിശ്വസിക്കുകയോ? ഏതോ നാട്ടിൽ പോയി പറഞ്ഞ അറബികളെ കുറിച്ച് അവർ പൊതുവെ പറയാറുണ്ട്, ലാനുക്കദ്ദിബു വലാനു സദ്ദിഖൂന. അറബികൾ പോലെ ലാനുക്കദ്ദിബു വലാനു സദ്ദിഖൂ, ഞങ്ങൾ അംഗീകരിക്കാൻ പോലില്ല, കൊള്ളാൻ തള്ളാൻ പോലില്ല. അത് അവരുടെ ശൈലിയാണ്. അതുകൊണ്ട് അവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. കേരളത്തിൽ ഇസ്ലാം തനതായ രൂപത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വ്യാജന്മാരാര് വന്നാലും അപ്പോൾ സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം
അവരെ വരച്ചെടുത്ത് നിർത്തി. അതുകൊണ്ട് കേരളത്തിൽ ഇസ്ലാമുണ്ട്. അറബികൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇവിടുത്തെ ഇസ്ലാമിക ചൈതന്യം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നു. അവരെ കഥ എന്താ? അവർ ഞാനും ശ്രദ്ധിക്കൂ വരാനും കഥയും. അങ്ങനെയാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ സത്യത്തോടൊപ്പം യഥാർത്ഥത്തോടൊപ്പം നിന്നു. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ പോലും ഇല്ലാത്ത ഈ മാറ്റം. നിങ്ങൾ ആലോചിക്കൂ, ഇവരെഴുതിയ ആ പുസ്തകത്തിൽ ഇത് ഈ തന്നെയുമല്ല, പിന്നെ അങ്ങനെ ഈ അഹമ്മദിന്റെ സഹോദരൻ ഹസൻ നസ്രജി ഔക്കാഫിലേക്ക് എഴുതി കൊടുത്തു, ഇവനിതാ കള്ളനാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ മുടിയേയില്ല എന്ന് സ്വന്തം സഹോദരൻ എഴുതി കൊടുത്തു. നാട്ടുകാർക്ക് ആർക്കും അങ്ങനെ കഥയില്ല, ഉസ്താദുമാർക്കാർക്കും ഓർമ്മ. അവനിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവന്റെ അടുത്തുള്ള ഒന്നാണ്. ഇവർ ചിലപ്പം പറയൂ, ഓന്റെ അടുത്ത് ഒന്നതിനോട് അതവിടെ തന്നു, ഒന്നല്ല എന്ന് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. തന്നെയുമല്ല, എന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു സഹോദരൻ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ അളിയനെയും കൂട്ടിയിട്ട് ഇങ്ങനെ കാണാൻ പോയപ്പോ ഇഷ്ടംപോലെ മുടികളുണ്ട് അവിടെ. അളിയനോട് ചോദിച്ചു, മുടി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ അളിയൻ പറഞ്ഞു, ഈ ഒരു മുടി കുറച്ച് ചെറിയ മുടി കാണുന്നുണ്ട്, അത് പിന്നെ എന്തോ ആവട്ടെ, ഇത് അല്ലാഹു അഅലം. ഇങ്ങനെ കണ്ടമാനം മുടികൾ ഇഷ്ടം. അതാ പറഞ്ഞത്, നിങ്ങളിപ്പോ വിചാരിക്കും അവിടെ ഇവന്റെ അടുത്ത് കാലം പോയിട്ടുണ്ടോ കാണോ, അയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ മുടികളുണ്ട്, മറ്റവന്റെ അടുത്തുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വിൽപ്പനക്കാരുണ്ട്, സൂക്ഷിപ്പുകാരുമുണ്ട്. സൂക്ഷിപ്പ് അവർ തന്നെ വ്യക്തമായി സമ്മതിക്കുന്നു. പിന്നെ വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നത് ഒരിക്കലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല എന്നതിൽ ഒരു സംശയവുമില്ല. എന്തുകൊണ്ട്? ഇതുവരെ മുസ്ലിം ഉമ്മത്ത് വിശ്വസിച്ചു പോന്നിരുന്ന, നേരത്തെ ചെയ്തു പോന്നിരുന്ന പരീക്ഷണങ്ങൾ നമ്മൾ വിശ്വസിച്ചത്, ആ പരീക്ഷണങ്ങൾ കത്തിച്ചാൽ കത്തില്ല, ശർക്കര പുരട്ടിയാൽ പോലും ഉറുമ്പ് വരില്ല, നീലുണ്ടാകില്ല. അപ്പൊ പിന്നെ മാറ്റി, അത് ഐതിഹ്യമാണ്, പുരാണമാണ്, അത് പുരാണ വിശ്വാസമാണ്, അതൊന്നും മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല. നഊദുബില്ല. നിങ്ങൾ നോക്കൂ, വഹാബികളെ കടത്തി വെട്ടിയിട്ട് ഒരു പടിയും കൂടി വഹാബികളെ അപ്പുറത്തേക്ക് ഇവർ ചാടുന്നത്. അങ്ങനെ ഈ വിശ്വാസങ്ങളൊക്കെ ഇവിടെ ഈ പറയപ്പെട്ട മുടിക്ക് ഈ വിശേഷണങ്ങളൊന്നുമില്ല, കെട്ടിക്കണക്കിനുണ്ട്, നീളത്തിന് കണക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇത് കേവലം, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമൊക്കെ പരിധിയുണ്ട്, ഇനി മെമ്പാടും ആളുകൾ പ്രസംഗിക്കാനൊക്കെയുണ്ട്. ഇത് കേവലം ഒരു മുടിയിലും പീലും അവസാനിക്കുന്ന രൂപമല്ല. നിങ്ങൾ നോക്കൂ, സമസ്തയുടെ ഉലമാ അവരെങ്ങനെയാ മരിച്ചിട്ടുള്ളത്? സമസ്തയുടെ ഉലമാ എങ്ങനെ മരിച്ചു? അവര് ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്നിടത്താണെന്ന് പറയാൻ കഴിയും. മരിക്കുന്നതിന്റെ തലേന്ന് എവിടെയാണ്, ഏത് പരിപാടിയിൽ പങ്കെടുത്തു, അതിനു മുമ്പ് എവിടെയാണ്, ജീവിച്ചിട്ട് സമസ്തയിലേക്കൊക്കെ വരെ കടന്നു വന്നു കഴിയും. 4-5 മാസം എവിടെയാണെന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ ഒന്നുകിൽ രോഗമായി കിടക്കുകയാണെങ്കിൽ സദസ്സിൽ വെച്ച് ദ്വാരക്കുക ഇല്ലേ? അങ്ങനെ ഇവരുടെ നേതാക്കളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇന്നയാൾ സുഖമില്ലാതെ കിടക്കുകയാണ്, അയാൾക്ക് ദ്വാരക്കണമെന്ന്. അങ്ങനെയില്ല. ഇന്ന പരിപാടിയിൽ പോകുന്നുണ്ടോ അതും അറിയില്ല. ഈ വിനീതനായ ഞാനൊക്കെ കുറച്ച് ദിവസം മുമ്പ് കാണാനൊക്കെ പോയ ആളാണ്. പക്ഷെ ആ കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഏതായിരുന്നാലും അല്ലാഹു തആല മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. പക്ഷെ പടച്ച തമ്പുരാൻ ഹലീമാണ്, നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല വല്ലാത്ത ഹലീം, അമർച്ചയുള്ള, വല്ലാതെ ക്ഷമിക്കുന്നവനാണ്. നമ്മൾ എന്ത് തെറ്റ് നമ്മെ അല്ലാഹു തആല പരസ്യമായി വഷളാക്കില്ല. പരസ്യമായി മനുഷ്യനെ അല്ലാഹു തആല വഷളാക്കില്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവം വഷളാക്കും. പക്ഷെ എന്നാലും അല്ലാഹു തആല ഉലുൽ അൽബാബിന്, ചിന്തിക്കുന്നവർക്കൊരു പാഠം കൊടുക്കും. ഓരോ വിഷയങ്ങളും ഇപ്പോഴുണ്ടായിട്ടുള്ള മരണങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ഉലുൽ അൽബാബിന് അല്ലാഹു തആല പാഠം കൊടുത്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല. ഉലുൽ അൽബാബിന് അല്ലാഹു നല്ല പാഠം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പടച്ചതമ്പുരാൻ ഹലീമാണ്. അതുകൊണ്ട് എല്ലാവരുടെ ഇടയിലും അത് പ്രത്യക്ഷമാക്കിക്കൊള്ളണമെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് സമസ്തയുടെ ഈ വഴി ആലിമീങ്ങൾ അവർ നിഷ്കളങ്കരാണ്, നിസ്വാർത്ഥരാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദും സംശുലുലമയുമൊക്കെ വഹാബിയായി, അവരൊക്കെ രാഷ്ട്രീയക്കാരനായി എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു പോയവരാണ് നമ്മളൊക്കെ. സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ തുടക്കം അതാണല്ലോ. കാരണം അവരിലൊക്കെ വഹാബിസം കടന്നുകൂടി രാഷ്ട്രീയക്കാരന്റെ വാലാണ്. ശരി,
നമ്മളൊക്കെ അങ്ങനെ വിചാരിച്ചു അവര് പിയച്ചു പോയിട്ടുണ്ടാകുമെന്ന്. നമ്മളോടൊക്കെ അവർ പറഞ്ഞു, മോനെ നിന്റെ ഇവരൊക്കെ വഹാബികളായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാധുക്കളായ നമ്മൾ ഒരുപാട് ആളുകൾ, മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാരൊക്കെ അത് തെറ്റിദ്ധരിച്ചു. സ്വാഭാവികമാണ്. പക്ഷേ അത്തരം തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾ നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവരെ കുറിച്ച് ഇപ്പോൾ എന്ത് പറയുന്നു? അങ്ങനെ ശംസുൽ ഉലമ ഇവിടെ വഹാബിയായി, എനിക്കറിയാം എന്റെ നാട്ടിലുള്ള മജീദ് ആരിമിയോടൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്, മോനെ ഈക്ക വഹാബിയായി. അതാ ഭാഷ തന്നെ എങ്ങനെയാ, നിന്റെ ഈക്ക വഹാബിയായി. എന്ത് പെട്ടെന്നൊരു നാടനെ എന്നിട്ട് പറഞ്ഞതല്ല, അന്ന് കിട്ടിയ നമ്മൾക്കൊക്കെ കിട്ടിയ ക്ലാസുകളൊക്കെ വെച്ചിട്ട്, വിലയിരുത്തലുകൾ വെച്ചിട്ട് ശംസുൽ ഉലമ വഹാബിയായി എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അന്ന് ശംസുൽ ഉലമ വഹാബിയായി എന്ന് അന്ന് സമസ്തയോടൊപ്പം നിന്നിരുന്ന ആളുകളോട്, ശംസുൽ ഉലമയെ പിന്തുണച്ചിരുന്ന അന്നത്തെ ആളുകളോട് മറുഭാഗത്തുണ്ടായിരുന്ന ആളുകൾ അന്ന് പറഞ്ഞത് ശംസുൽ ഉലമ വഹാബിയായി എന്നാണ്, ഈക്ക വഹാബിയായി എന്ന ഭാഷ തന്നെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറഞ്ഞ ആൾ മരിച്ചുപോയി. ഇന്നിവർ പറയുന്നത് ശംസുൽ ഉലമ ഏറ്റവും നല്ല ആളാണ്, തുടരപ്പെടാൻ പറ്റിയ ആളാണ്, കണ്ണിയത്ത് ഉസ്താദ് മഹാമനുഷ്യനാണ്. നമ്മളോടൊക്കെ പറഞ്ഞത് ഇവർക്ക് പിയച്ചു പോയി, അതുകൊണ്ട് നമ്മൾ വേറെ സമസ്ത ഉണ്ടാക്കണം, അല്ലാതെ ഇവരിങ്ങനെ കൊണ്ടുപോയാൽ വഹാബിസത്തിലേക്ക് പോകും, അതുകൊണ്ട് അവര് പിയച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ വേറെ സമസ്ത ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അവരിന്ന് നല്ലവരാണ് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, അതിൽ കുടുങ്ങിപ്പോയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ കുടുങ്ങിപ്പോയിട്ടുള്ളവര് ഒരു ചാൻസ് ഉണ്ടല്ലോ ചോദിക്കാൻ. അല്ല, നിങ്ങളൊക്കെ ഇവരൊക്കെ പേച്ചവരാണെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയത്? ഇവര് നല്ലവരാണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കേണ്ടതില്ലല്ലോ. അന്ന് ഇവർ പിയച്ചു എന്ന് പറഞ്ഞതോ ശരി, ഇപ്പം അതല്ല, അവര് മരിച്ചപ്പോഴൊക്കെ വളരെ ക്ലിയറാണ്. അപ്പൊ അവര് നല്ലവരായിരുന്നേ ശരിയുണ്ടാകാവൂ. അന്ന് ഒരുപാട് ആളുകൾ, മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചവരാണ് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ. പക്ഷെ ഇന്ന് അത് തിരുത്തപ്പെടുമ്പോൾ സ്വാഭാവികമായി മാറി ചിന്തിക്കാൻ അവസരമുണ്ട്. അങ്ങനെ സമസ്തയുടെ ഉലമാവൊക്കെ വളരെ സുന്ദരമായി ജീവിച്ചു, സുന്ദരമായി മരിച്ചുപോയി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഈ ദീൻ എന്ന് പറയുന്നത് അല്ലാഹു തആല സംശയിക്കുന്നത് വിട്ട് സംശയിക്കാത്തതിലേക്ക് വരണമെന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വശം ഈ വഹീ പരിശുദ്ധ ഖുർആൻ കൊടുത്തു വിടുമ്പോൾ ഏതെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾ ചിന്തിക്കുകയാണ്, അല്ലാഹു തആല റെഡി, മുത്തുനബിയും റെഡി, പക്ഷേ ജിബ്രീൽ അതിനിടയിൽ എന്തോ കൈകടത്തിയോ എന്ന് പോലും ഒരാൾ ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ തായിൻ സമാമീൻ. ഞാൻ കൊടുത്തുവിടുന്നത് ഈ ഖുർആൻ, ഈ വഹി ഒറിജിനലായ ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ തായിൻ സമാമീൻ, വിശ്വസ്തനായ ആളെ വശാണ് ഖുർആൻ കൊടുത്തുവിടുന്നത് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയാം. എന്നാൽ പിന്നെ വേറൊരുത്തന്നെ ഒരു പുതിയ ഇസ്ലാമിലേക്ക് പല മതത്തിനും കടന്നു വരല്ലോ. യുക്തിവാദി വരും, നിരീശ്വരവാദി വരും, പലരും വരും. ഒരു തോന്നുകയാണ് നബി തങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇതില്ലേ, ഇല്ല. നബി തങ്ങൾ ഒന്നും ചെയ്യൂല. എന്തിനാ പടച്ചവൻ ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നത്? കാരണം ദീൻ എന്ന് പറഞ്ഞാൽ കുറെ പുരാണം, കുറെ ഉറക്കത്തേണ്ട കഥ, കുറെ ദീയങ്ങൾ, കുറെ പുരാണങ്ങൾ, കുറെ ഇയാൾ കണ്ടത്, ഇയാൾ കാണാൻ ഏൽപ്പിച്ച് കണ്ടത്, ഇങ്ങനെ ഇതല്ലല്ലോ. ഇത് ഇസ്ലാമല്ലേ, ദീനല്ലേ? ഇത് വളരെ ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ ഹദീസുകൾ. നിങ്ങൾ നോക്കൂ, ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ള ഇമാം ബുഖാരി തങ്ങളെ പോലെയുള്ളവർ ഒരു ഹദീസ് ശേഖരിക്കണമെങ്കിൽ അസ്സലാമു വറഹ്മത്തുള്ളാഹി. മുബാറക്ക് കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്. മുബാറക്ക് കേൾക്കില്ലേ? ഏതായാലും മൈക്കിൽ വരെ. വലതുഭാഗത്തേക്ക് ഒരു പ്രാവശ്യം തുപ്പിയപ്പോൾ അത് ഇടതുഭാഗത്തേക്ക് തുപ്പേണ്ടത് വലതുഭാഗത്തേക്ക് തുപ്പിയത് അയാളുടെ ശ്രദ്ധ കുറവാണ്, അശ്രദ്ധ സൂക്ഷ്മതയില്ലാത്തവനാണ്. അതുകൊണ്ട് ഇയാളുടെ ഹദീസ് വേണ്ട, ഒഴിവാക്കി കളഞ്ഞു. ഇപ്പോഴാണ് എന്താ പറയാ, ആണെങ്കിലോ
നബി തങ്ങളുടെ ഹദീസ് ആണെങ്കിലോ എന്നല്ലെന്ന് അല്ലെങ്കിലോ എന്നാ ചിന്തിച്ചത്. കാരണം അല്ലാത്തൊന്ന് കടന്നുകൂടാൻ പാടില്ല. ആണെങ്കിലോ എന്ന് 100 കൊണ്ട് പറയാം. എന്തുകൊണ്ട്? അയാൾ താജ്ജുദും എല്ലാമുള്ള നല്ല ആബിദാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഒരു തെറ്റ് അയാളിൽ നിന്ന് വന്നപ്പോൾ അത്രയും മഹാന്മാരൊക്കെ ഈ ദീൻ ഒരു എവിടെന്നെങ്കിലും കേട്ടതോ എവിടെന്നെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് കിട്ടിയവരിൽ നിന്ന് പോലും പിന്നീട് എന്തെങ്കിലും കാണുമ്പോൾ അതുപോലും ഒഴിവാക്കി ക്ലിയറായ ഒരു ദീനാണ് നമ്മളെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ഹദീസുകൾ സഹീഹ് വൈഫൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ചില ആളുകൾ പറയും ഇതൊക്കെ ഗീബത്തിന്റെ മീബത്തിന്റെ സദസ്സാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിതാബ് ഓതിയവരുണ്ടല്ലോ ഓരോ കൂട്ടത്തിൽ. നമ്മൾ ഓരോ റാവികളെ കുറിച്ചും ഹദീസും കൊണ്ട് പറയുമ്പം ഈ ഹദീസിൽ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം, അതായത് ഹദീസിന്റെ റാവികൾ മുത്തുനബിയിൽ നിന്ന് ഇന്നാൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ആളുകൾ, ഈ ചില ഹദീസുകളൊക്കെ മഹാന്മാർ ഉദ്ധരിച്ചിട്ട് അവർ പറയും ഇന്ന ആളെ കുറിച്ചിട്ട് പറഞ്ഞത് പറയും അയാൾ കവിയല്ല, അയാൾ അല്ലെങ്കിൽ ഒരു സ്ഥാനമുള്ള ആളല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഈ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല, അല്ലെ അതിൽ കുറച്ച് മക്കാലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഗീബത്തല്ല. അത് ഇതിനെ കുറിച്ച് ഗീബത്ത് പറയല്ല. പിന്നെ ഇവിടെ ഹദീസ് സഹിഹ ആണോ അല്ലേ എന്ന് സഹിഹല്ല എന്ന അഭിപ്രായമുള്ള ഒരു ഹദീസിന്റെ റാവിയെ കുറിച്ച് പറയും. ആ ഹദീസിന്റെ റാവികളിൽ റിപ്പോർട്ടർമാരിൽ ഇന്ന ആളുണ്ട്, അയാൾ ലൈസ കവി, അയാൾ അത്ര യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ അയാളെ ഈബത്ത് പറയല്ല. കാരണം ഈ ഹദീസ് ഇത് പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഈ റിപ്പോർട്ടർ കാര്യമായ സൂക്ഷ്മതയില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ അയാൾ ഫഹ്മ് കുറവുള്ള ആളാണ്. ഇങ്ങനെയാണ് കിതാബുകളിലൊക്കെ കാണുന്നത്. ഹദീസിന്റെ ആളുകളിൽ ഇന്നാളിൽ ശരിയല്ലെങ്കിൽ അല്ലെ എന്തെങ്കിലും സൂക്ഷ്മത കുറവുണ്ടെങ്കിൽ അത് പറയും, അല്ല അയാളെ കുറ്റം പറയല്ല. പിന്നെ അയാളെ തൊട്ട് ഈ ഹദീസ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്. അതിന് ഗീബത്തിന് മീബത്തൊന്നും അറിയില്ല. ഇവിടെ സമസ്ത ഒരുപാട് തെരീക്കത്തുകളെ എല്ലാവരും കൂടിയുള്ള കാലത്ത് തെരീക്കത്തിനെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ആ ഷെയ്ഖ് അഹമ്മദ് ഇപ്പോഴാ പറയുന്നത് ഇതൊന്നും ഗീബത്താണ്, ഇതൊന്നും ഗീബത്തിന് മീബത്തല്ല, ഇത് മനുഷ്യന്റെ ഈമാൻ, അത് നേർക്ക് നേരെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിലനിർത്തണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ ഈ സമസ്തയോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് ആദ്യവും അവസാനവുമായി പറയാനുള്ളത്. മറ്റ് വിശ്വാസങ്ങളുടെ പിന്നാലെ പോയാൽ അതവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ആരാണ് എന്ന് പറയണമെന്നാണ് ഇപ്പോ. അത് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കാരണം ഒരാളിപ്പോ അങ്ങനെ അല്ല എന്നങ്ങ് പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാ ബ്ലഡ് എടുത്തിട്ട് കാണിക്കാൻ പറ്റും? ഒരാളിപ്പോ പറയാണ് ഇപ്പൊ പകലാണെന്ന് പറഞ്ഞു. നമ്മളെന്താ പകലാണല്ലേ, വിളിച്ചൊക്കൊണ്ടല്ലോ, എല്ലായിടത്തും വിളിച്ചൊക്കൊണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് പറയൽ ഒരു ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മറുപടി പറയാൻ വന്നാലും അവരോട് നമ്മൾക്ക് സ്നേഹബുദ്ധിയാ പറയാനുള്ളത്. ചെറുശ്ശേരി ഉസ്താദ് അള്ളിത്തുമ്മി എടുത്തു എന്ന് നിങ്ങൾ പറയേണ്ട. നവംബർ 1 നിങ്ങൾ സുപ്രഭാതം ഇറക്കിയോ എന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ടതില്ല. അതൊക്കെ ഒരു പത്രമാണ്, അത് ചിലപ്പോൾ ഇനിയും വൈകി എന്ന് വരും. അതൊക്കെ ലോകം നടക്കുന്ന കാര്യങ്ങളാണ്. അച്ചടി പിശകുണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷെ നമ്മൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു, അതിന് മറുപടി പറയാനുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു സത്യത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ സമസ്തയുടെ മരിച്ചുപോയ വന്യരായ ശംസുലുലമയുടെയും മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെയും കാളമ്പാടി ഉസ്താദിന്റെയും അതുപോലെ തന്നെ പറന്നൂർ ഉസ്താദിന്റെയും തുടങ്ങി മരിച്ചുപോയിട്ടുള്ള മാനുസ്താദ് അടക്കമുള്ള മഹാന്മാരുടെ അവരുടെ ഹിജാബ് ബർക്കത്ത് കൊണ്ട് സത്യത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് നെഞ്ചേറ്റാൻ നിങ്ങളൊക്കെ തയ്യാറാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രഭുവിലുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെയൊക്കെ നല്ല സഹകരണവും സഹായവും കൊണ്ട് സത്യദീ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ ജീദാ അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.